Good morning, students. Today we are going to study class 8 biology, the remaining part of our chapter 2. Chapter 2 in microorganisms friend and foe. Microorganisms നമ്മുടെ മിത്രങ്ങളും ശത്രുക്കളും അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് എവിടെയാണ്? ഫ്രണ്ട്ലി മൈക്രോ ഓർഗാനിസംസ് അല്ലെ. ഫ്രണ്ട്ലി മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമുക്കറിയാം മിൽക്കിനെ കേർഡ് ആക്കുന്നത് ലാക്ടോബാസിലസ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്ലി മൈക്രോബാണ് അല്ലേ. അങ്ങനെ മൈക്രോബ്സിനെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊമേഴ്സ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, medicinal use of microorganisms. Vaccine, increasing soil fertility. So these are our today's topic. Commercial use of microorganisms. Microorganismത്തിന്റെ commercial uses എന്തൊക്കെയാണ്? അതുപോലെ medicinal use of microorganism. Microorganismത്തിന്റെ medicinal uses എന്തൊക്കെയാണ്? പിന്നെ vaccine, അതുപോലെ തന്നെ increasing soil fertility. സോയിലിന്റെ ഫെർട്ടിലിറ്റി എങ്ങനെ മൈക്രോ ഓർഗാനിസംസ് കൂട്ടുന്നത് എങ്ങനെ, ഇതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, കൊമേഴ്സ്യൽ യൂസ് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെയാണ് കൊമേഴ്സ്യലി യൂസ് ചെയ്യുന്നത്? Micro organisms are used for large scale production of alcohol, wine and acetic acid or vinegar. Yeast is used for commercial production of alcohol and wine. For this purpose, yeast is grown on natural sugars present in grains like barley, wheat, rice and crushed fruit juices. അതായത് മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ച് നമ്മൾ ആൽക്കഹോളും വൈനും അസറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിനെഗർ, ഇതെല്ലാം നിർമ്മിക്കാനായിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ കൊമേഴ്സ്യൽ പ്രൊഡക്ഷൻ ഓഫ് ആൽക്കഹോൾ ആൻഡ് വൈൻ. ആൽക്കഹോളും വൈനും നിർമ്മിക്കാനായിട്ട് നമ്മൾ ഈസ്റ്റിനെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, take a 500 ml beaker filled up to 3/4 with water dissolved in 2 to 3 teaspoons of sugar in it. Add a half teaspoon of yeast powder to the sugar solution. Keep it covered in a warm place for 4 to 5 hours. Now സ്മെൽ ദ സൊല്യൂഷൻ. ക്യാൻ യു ഗെറ്റ് എ സ്മെൽ? അതായത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ഒരു ബീക്കറിനകത്ത് 500 ml വാട്ടർ എടുക്കുക. അതിനകത്തേക്ക് ഒരു ടീസ്പൂണിനകത്ത് 2 to 3 ടീസ്പൂണ് ഷുഗർ ആഡ് ചെയ്യുക. ഈ വാട്ടറിലേക്ക് ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഹാഫ് എ സ്പൂൺ ഓഫ് ഈസ്റ്റ് പൗഡർ. അതായത് വാട്ടറിൽ ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ ആഡ് ചെയ്തതിന് ശേഷം ഒരു ഹാഫ് ടീസ്പൂൺ എടുത്തിട്ട് ഹാഫ് ടീസ്പൂൺ ഈസ്റ്റ് എടുത്ത് ഈ ഷുഗർ സൊല്യൂഷനിലേക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്കൊരു സ്മെല്ല് വരും. ഒരു 4-5 മണിക്കൂർ ഇരിക്കുമ്പോഴത്തേക്കിന് ഒരു സ്മെല്ല് വരും. ഈ സ്മെല്ലെന്ന് പറയുന്നത് ആൽക്കഹോളിൻ്റെയാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്മെൽ ഓഫ് ആൽക്കഹോൾ. Sugar has been converted into alcohol by yeast. അതായത് ഈ ആൽക്കഹോള് അവിടെയുള്ള ഷുഗറാണ് അവിടെ ആൽക്കഹോളായിട്ട് മാറിയത്. ഓക്കെ, ഈസ്റ്റിൻ്റെ പ്രവർത്തനം മൂലം ഷുഗർ സൊല്യൂഷനെ ആൽക്കഹോളാക്കി മാറ്റിയിരിക്കുന്നു. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ ഈസ് നോൺ ആസ് ഫെർമെൻറ്റേഷൻ. ഷുഗറിനെ ആൽക്കഹോളാക്കി മാറ്റുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫെർമെൻറ്റേഷൻ. ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് ഷുഗർ ഇൻറ്റു ആൽക്കഹോൾ ഈസ് നോൺ ആസ് ഫെർമെൻറ്റേഷൻ. ഓക്കെ, ലൂയിസ് പാസ്റ്റർ ഡിസ്കവേർഡ് ഫെർമെൻറ്റേഷൻ ഇൻ 1857. 1857 ലൂയിസ് പാസ്റ്റർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ഫെർമെൻറ്റേഷൻ കണ്ടുപിടിച്ചത്. സോ വാട്ട് ഈസ് ഫെർമെൻറ്റേഷൻ? ദ പ്രോസസ് ഓഫ് conversion of
sugar into alcohol is called fermentation. Okay. Next is medicinal use of microorganism. Microorganismത്തിൻ്റെ medicinal uses എന്തൊക്കെയാണ്? Whenever you fall ill, the doctor may give you some antibiotic tablets, capsules or injections such as of penicillin. The source of these medicines is microorganisms. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സ് തരാറുണ്ട്. ഈ ആൻറ്റിബയോട്ടിക്സ് എവിടെ നിന്നാണ് നിർമ്മിക്കുന്നത്? ഈ മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചാണ് ആൻറ്റിബയോട്ടിക്സ് നിർമ്മിക്കുന്നത്. These medicines kill or stop the growth of disease causing microorganisms. Such medicines are called antibiotics. ആൻറ്റിബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിബയോട്ടിക്സ് അവിടെ ശരീരത്തിൽ വളരുന്ന മൈക്രോ ഓർഗാനിസത്തിനെ നശിപ്പിച്ച് കളയുക അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന മെഡിസിൻസിനെയാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇൻ 1929 ആൻറ്റിബയോട്ടിക്സിന് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോമൈസിൻ, tetracycline and erythromycin are some of the commonly known antibiotics. Okay. അതുപോലെ in 1929 Alexander Fleming was working on a culture of disease causing bacteria. Suddenly he found the spores of little green mold on one of his culture plates. He observed that the presence of mold prevented the growth of bacteria. In fact, it also killed many of these bacteria. From this, the mold penicillin was prepared. അതായത് 1929 അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് പെനിസിലിൻ കണ്ടുപിടിച്ചത്. പെനിസിലിൻ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന ബാക്ടീരിയ കൾച്ചർ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് അവിടെ ഉണ്ടായിരുന്ന ഒരു കൾച്ചർ പ്ലേറ്റിൽ ഗ്രീൻ കളറിൽ മോൾഡിനെ കണ്ടു. ഈ ഗ്രീൻ കളർ മോൾഡ് അവിടെയുള്ള ബാക്ടീരിയനെ നശിപ്പിക്കുന്നതായിട്ട് കണ്ടു. പിന്നീടാണ് ഈ ഗ്രീൻ മോൾഡ് പെൻസിലിൻ ആണെന്ന് കണ്ടുപിടിച്ചത്. സോ ഇൻ 1929 അലക്സാണ്ടർ ഫ്ലെമിംഗ് വാസ് ഡിസ്കവേർഡ് പെൻസിലിൻ. ഓക്കെ. The antibiotics are manufactured by growing specific microorganisms and are used to cure variety of diseases. അതായത് ആൻറ്റിബയോട്ടിക്സ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ വളർച്ചയെ നശിപ്പിക്കുന്നത് കൊണ്ട് പല ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഈ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിക്കുന്നു. ഓക്കെ. Now it is important to remember that antibiotics should be taken only on the advice of a qualified doctor. Also, you must complete the course prescribed by the doctor. If you take antibiotics when not needed or in wrong doses, it may make the drug less effective when you might need in future. Also, antibiotics taken unnecessarily may kill the beneficial bacteria in our body. Antibiotics, however, are not effective against cold and flu as these are caused by viruses. അതായത് നമുക്ക് ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൻറ്റിബയോട്ടിക് കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ ആവശ്യം വരും. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ റോങ് ഡോസിൽ ഇത് കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ അൺനെസസറി ആയിട്ട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കുകയാണെങ്കിലോ നമ്മുടെ ശരീരത്തിലുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ബാക്ടീരിയസിനെ ഈ ആൻറ്റിബയോട്ടിക്സ് നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന കോഴ്സ് ആൻറ്റിബയോട്ടിക്കിൻ്റെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതുപോലെ തന്നെ കോൾഡ് ഫ്ലൂ ഇതിനൊന്നും ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. കാരണം ഇത് വൈറസ് കോസിങ്
ഡിസീസസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വാക്സിൻ. വാട്ട് ഈസ് വാക്സിൻ? നമുക്കറിയാം ഈ കൊറോണ ടൈമിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് വാക്സിൻ. വാക്സിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? When a disease carrying microbe enters our body, the body produces antibodies to fight the invader. The body also remembers how to fight the microbe if it enters again. If dead or weakened microbes are introduced into a healthy body, the body fight and kill the invading bacteria by providing suitable antibiotics. Suitable antibodies. The antibodies remain in the body and we are protected from the disease-causing microbes forever. This is how a vaccine works. അതായത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഡിസീസ് കോസിങ് മൈക്രോബ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ആ ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ മൈക്രോബിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഈ ആൻറ്റിബോഡീസാണ് ഈ മൈക്രോബ്സിനെതിരെ പ്രവർത്തിക്കുന്നത്. വാക്സിൻ എന്ന് പറഞ്ഞാൽ vaccine. If a dead or weakened microbes are introduced into a healthy body. വാക്സിൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡെഡ് അല്ലെങ്കിൽ വീക്കെൻഡ് ആയിട്ടുള്ള മൈക്രോബ്സ് ആയിരിക്കും. ഈ മൈക്രോബ്സിനെ ഹെൽത്തി ആയിട്ടുള്ള ശരീരത്തിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡീസ് ഈ മൈക്രോബ്സിനെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന ബാക്ടീരിയാസ് അതുപോലെയുള്ള മൈക്രോബ്സിനെയെല്ലാം ഈ ആൻറ്റിബോഡീസ് പ്രിവെൻറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ ആൻറ്റിബോഡീസിന് നന്നായിട്ട് എങ്ങനെയാണ് ഈ മൈക്രോബ്സിനെതിരെ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയാം. സോ വാക്സിൻ എന്ന് പറഞ്ഞാൽ ഡെഡ് ഓർ വീക്കെൻഡ് മൈക്രോബ്സ് ആണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ബോഡിയിൽ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സെവറൽ ഡിസീസസ് ഇൻക്ലൂഡിങ് കോളറ, ട്യൂബർക്കുലോസിസ്, സ്മോൾ പോക്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ക്യാൻ ബി പ്രിവെൻറ്റഡ് ബൈ വാക്സിനേഷൻ. വാക്സിനേഷനിലൂടെ പ്രിവെൻറ്റ് ചെയ്തിരിക്കുന്ന ഡിസീസസ് ആണ് കോളറ, ട്യൂബർക്കുലോസിസ്, സ്മോൾ പോക്സ് ആൻഡ് ഹെപ്പറ്റൈറ്റിസ്. ഓക്കെ, ആരാണ് വാക്സിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? എഡ്വേർഡ് ജെന്നർ. ഓക്കെ, എഡ്വേർഡ് ജെന്നർ ഡിസ്കവേർഡ് ദ വാക്സിൻ ഫോർ സ്മോൾ പോക്സ് ഇൻ 1798. 1798 എഡ്വേർഡ് ജെന്നർ ആണ് ആദ്യമായിട്ട് വാക്സിൻ കണ്ടുപിടിച്ചത്. സ്മോൾ പോക്സിനെതിരെയുള്ള വാക്സിൻ 1798 എഡ്വേർഡ് ജെന്നർ ആണ് കണ്ടുപിടിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഇൻക്രീസിങ് സോയിൽ ഫെർട്ടിലിറ്റി. സം ബാക്ടീരിയ are able to fix nitrogen from the atmosphere to enrich soil with nitrogen and increases its fertility. These microbes are commonly called biological nitrogen fixers. അതായത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന മൈക്രോബ്സ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ് അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ അത് സോയിലിൽ വരുമ്പോഴത്തേക്കിന് സോയിലിൽ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ ഫിക്സ് ചെയ്ത് സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ബാക്ടീരിയാസിന് പറയുന്ന പേരാണ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഴ്സ്. ഓക്കെ, so this much for today. You study well. We will meet in the next class. Thank you.